അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പ്രശേട്ടൻ തിരിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതും പിന്നെ നമ്മൾ മലേഷ്യയിൽ പോയതും അതും ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോയ ടൈമിൽ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പ്രശേട്ടൻ തന്നെ ഇങ്ങ് പോരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് തിരിച്ച് കാനഡയ്ക്ക് നവംബറിൽ വന്നു കേട്ടോ. വന്നതിന് ശേഷം ഒരു 1 മന്തൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി പിള്ളേരെയും കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 1 അല്ല 2-3 മന്ത്സ് നിന്നു കേട്ടോ. ഏപ്രിലിൽ എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യണമായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഒരു നാനി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടിയില്ല. അത് കാരണം നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ ഒന്നും വർക്കൗട്ടായില്ല. അത് കാരണം ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേത്തെ വീക്കിൽ ഞാൻ കുട്ടികളെ 2നെയും കൊണ്ടുപോയി നാട്ടിൽ വിടാമെന്ന് വിചാരിച്ചു. ഭയങ്കര വിഷമത്തോടെ ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നത്. എനിക്ക് 2 വീക്സ് മാക്സിമം 1 മന്ത് നാട്ടിൽ നിന്നിട്ട് തിരിച്ച് വന്നിട്ട് വേണം അവരെ ഒന്ന് നാട്ടിൽ സെറ്റിലാക്കിയിട്ട് വേണം അവൻ്റെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആക്കിയിട്ട് വേണം എനിക്ക് വരാൻ. കൺമണിയെയും കൊണ്ട് ഇപ്പം പോകുന്നത് ഭയങ്കര പാടാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവളെയും കൊണ്ട് തന്നെ ഫ്ലൈ ചെയ്യുന്നത്. എന്താ പറയുക, ഇങ്ങോട്ട് വന്നത് തനിച്ചായിരുന്നു, പക്ഷേ അത് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അങ്ങോട്ട് പോകുമ്പം അവൾ കുറച്ചും കൂടെ കുറുമ്പിയായിട്ടുണ്ട്, എല്ലാം പറക്കിയേറിയാലും. പിന്നെ അവൾക്ക് ഭയങ്കര പനിയായിരുന്നു. പനിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പനിയായിരുന്നു. മെഡിസിൻ എല്ലാം കയ്യിൽ മാറ്റി പിടിച്ച് ഒരുവിധം എങ്ങനെയൊക്കെയാണ് ഞാൻ പോയെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് പലതും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ആകെ ഒരു സമാധാനം ചെന്ന് കഴിയുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് അച്ഛനെയും അമ്മയും കണ്ട് കൊച്ചിനെ അങ്ങ് കയ്യിലോട്ട് കൊടുക്കാമല്ലോ എന്നുള്ളതാണ്. അവളാണെങ്കിൽ കണ്ടില്ലേ മൂക്കിൽ നിന്നൊക്കെ ഒലിക്കലും. കറക്റ്റ് ഞാൻ 4 hours ഗ്യാപ്പിൽ അവൾക്ക് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. തലേ ദിവസം വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അത് കാരണം നമ്മൾ രാവിലെ തന്നെ നല്ല ടെൻഷനുണ്ട് എനിക്ക്. മരുന്ന് കൊടുക്കുന്നതനുസരിച്ച് അവൾ ഉറങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറച്ച് ചെറിയ കുട്ടിയല്ലേ, വഴക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടുന്ന് വാൻകൂവർ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. പക്ഷേ നമുക്ക് എയർപോർട്ടിൽ വന്നപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആണ് എന്ന് വെച്ചാൽ ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അവിടെയും. അങ്ങനെ നമ്മൾ അതും കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ടൊറൻഡോ വഴിയൊക്കെയാണ് പോയത്. അങ്ങനെ എന്തായാലും വിചാരിച്ച അത്ര കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ മരുന്നിൻ്റെ എഫക്റ്റ് വിടും, അപ്പോൾ ഉണരും, പിന്നെയും കരയും. ആ സെർലാക്കും പാലും ഒന്നും അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എൻ്റെ കൈയൊന്നും ചെന്നിറങ്ങിയപ്പോഴത്തേക്കും വയ്യ. പിന്നെ പുറത്തെവിടെയെങ്കിലും ഇറക്കി നിർത്തി കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്, എന്ത് കൈ കിട്ടുന്ന ഒന്ന് നേരെ വായിലോട്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ആകെപ്പാടെ ഞാനങ്ങ് തളർന്നു. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ സീറ്റിൽ അവൾ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നാട്ടിൽ കൊണ്ടുവിടാൻ നല്ല വിഷമമുണ്ടെങ്കിലും ഇതായിരിക്കും അവർക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം വിസയോടെ കിട്ടാത്ത കാരണം നമുക്ക് ഇവിടെ കുട്ടികളെയും കൊണ്ട് തന്നെ നിൽക്കൽ കുറച്ചധികം പാടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. ഇനിയിപ്പോൾ അച്ഛനെയും അമ്മയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ടാറ്റ, ബൈ, സീ യു.